എടാ, അറിയാലോ, നാളെ കറക്റ്റ് സമയത്ത് തന്നെ എത്തണേ. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ബാപ്പ നിന്ന് സമ്മതിച്ചത്. ഇല്ലടി, വേറെ പ്രശ്നമൊന്നുമില്ല. നാളെ എന്തായാലും ഞാൻ വരും. നാളെ വെളുപ്പിനല്ലേ ട്രെയിൻ, ഞാൻ നേരത്തെ ഇറങ്ങാം. അത് മാത്രമല്ല, എനിക്ക് നിന്നെ കാണാനും പറ്റുമല്ലോ. ശരിയടി, ഞാൻ വിളിക്കാം. എങ്ങനെയാലും നേരം വെളുത്താൽ മതിയായിരുന്നു. എടാ, നാളത്തെ കാര്യം അറിയാല്ല, നീ സമയത്ത് എണീക്കണേ. എടാ 4 മണിക്കല്ലേ? അത് സെറ്റാണ്. എടാ, 5-5.5 വർഷം കൊണ്ടുള്ള റിലേഷനാണ്. അതിലെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. പോരാതെ 2 മതവും. കുറേ കഷ്ടപ്പെട്ടാണ് അവളെ വാപ്പയും അമ്മയൊക്കെ സമ്മതിച്ചത്. എടാ, ഇതൊക്കെ ഒരു നിമിത്തമല്ലേ? അല്ലെങ്കിൽ വയനാട്ടിൽ കിടക്കുന്ന അവള് ഇവിടെ ഒന്ന് പഠിക്കാൻ നിങ്ങൾ സെറ്റാവുകയും ചെയ്യൂ. ഒന്നും പേടിക്കണ്ട, നാളത്തെ കാര്യം എല്ലാം ഓക്കെയാണ്. എടാ, ഞാൻ ഇറങ്ങി. നീ ഇറങ്ങിക്കോ. എടാ അതല്ല, എടാ നീ എന്നാ ന്യൂസ് വെച്ച് നോക്കിയാ വയനാട്ടിൽ എന്തോ പ്രശ്നമായെന്നൊക്കെ അറിയുന്നു. വിവരങ്ങൾ ശേഖരിച്ചുകൊള്ളൂ. വയനാട്ടിൽ വൻ ഉരുൾപൊട്ടൽ. ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ The number you are trying to call is currently not reachable. The number you are trying to call is currently not reachable. എടാ, അറിയാലോ, നാളെ കറക്റ്റ് സമയത്ത് തന്നെ എത്തണേ. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ബാപ്പ നിന്ന് സമ്മതിച്ചത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്.